ഈശോ മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, സ്വന്തമായുള്ള കുറച്ചു വസ്ത്രങ്ങളും പുസ്തകങ്ങളുമായി ഒരു മലഞ്ചെരുവിലൂടെ ഒരു കൊച്ചു വൈദികൻ യാത്രയാവുകയാണ്. പോകേണ്ടിയിരിക്കുന്ന സ്ഥലം പോലും ആ വഴി പോലും അറിയില്ല. യാത്രയുടെ ഇടയിൽ കണ്ടുമുട്ടിയ ഒരു കൊച്ചു ഇടയ ബാലനോട് അദ്ദേഹം ചോദിച്ചു, ആൾസിലേക്കുള്ള വഴി പറഞ്ഞു തരാമോ? ഞാൻ ആൾസിലേക്കുള്ള വഴി പറഞ്ഞു തന്നാൽ നീ എനിക്ക് എന്ത് തരും? നീ എനിക്ക് ആൾസിലേക്കുള്ള വഴി പറഞ്ഞു തന്നാൽ ഞാൻ നിനക്ക് സ്വർഗത്തിലേക്കുള്ള വഴി പറഞ്ഞു തരാം. ആ കൊച്ചുബാലൻ പറഞ്ഞു കൊടുത്ത വഴിയിലൂടെ ആ വൈദികൻ ദേവാലയത്തിൻ്റെ പടിക്കലെത്തുകയാണ്. ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ വൈദികൻ്റെ ചങ്ക് പിടയുകയായിരുന്നു. കാരണം ബലിയർപ്പണങ്ങളില്ലാത്ത, കൂദാശകളില്ലാത്ത, ക്ഷുദ്രജീവികൾ മാത്രം വസിക്കുന്ന ഒരിടം മാത്രമായിരുന്നു ആ ദേവാലയം. ആ ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് ആ വൈദികൻ അവിടെ മുട്ടുകുത്തി സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി സ്വർഗപിതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, സ്വർഗം തുറന്ന് നീ എന്നെ ഭരമേൽപ്പിച്ച ഈ ജനത്തിൻ്റെ മേൽ ഇറങ്ങി വരണമേ. അച്ഛൻ അവിടെ അത്ഭുതമായി മാറിയത്, ആ ദേവാലയത്തിൻ്റെ മൂലയിൽ കൊച്ചു പലകകൾ കൊണ്ടുണ്ടാക്കിയ ഒരു കുമ്പസാരക്കൂട്ടിൽ ദിവസം 17-18 മണിക്കൂർ ഇരുന്ന് അവിടുത്തെ ജനങ്ങളുടെ പാപസങ്കീർത്തനം കേട്ട് അവിടുത്തെ അത്ഭുതമായി മാറി എന്നുള്ളതാണ്. അവരെ ആശ്വസിപ്പിക്കുവാൻ, അവർക്ക് കരുതലേകിക്കൊണ്ട് ആ പുണ്യ വൈദികൻ ആൾസിൻ്റെ ആ ദേവാലയത്തിൽ വലിയ അത്ഭുതമായി മാറി. ഈ ഇടവക വൈദികനാണ് ഇന്ന് ലോകമെമ്പാടുമുള്ള എല്ലാ വൈദികരുടെയും മധ്യസ്ഥനായിട്ടുള്ള വിശുദ്ധ ജോൺ മരിയ വിയാനി. ഇന്ന് ഓഗസ്റ്റ് 4-ാം തീയതി വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ബലിക്കല്ലിൽ ആദ്യമായി ബലിയർപ്പിച്ച ആദ്യ പുരോഹിതനായ മെൽക്കിസദേക്കിനെ പോലെ, കാൽവരിയിൽ യാഗമായി മാറിയ ക്രൂശിതനെ പോലെ ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി സ്വജീവിതം മാറ്റിവെച്ച എല്ലാ പുരോഹിതർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു പുണ്യദിനമാണ് ഇന്ന്. ഈ തിരുനാൾ ദിനം ഏതെങ്കിലും വിധത്തിലൊക്കെ നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ച എല്ലാ വൈദികരെയും നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് കൂദാശകളിലൂടെ നമ്മുടെ ജീവിതങ്ങളെ എപ്പോഴും പരിപോഷിപ്പിക്കുന്ന, നമ്മുടെ ആത്മാവിനെ വിശുദ്ധീകരിക്കുന്ന വൈദികരുണ്ട്. നമുക്ക് മാമോദീസ നൽകിയ, നമുക്ക് തൈലാഭിഷേകം നൽകിയ, ആദ്യ കുർബാന സ്വീകരണം നൽകിയ, നമ്മളെ കുമ്പസാരിപ്പിച്ച, നമുക്ക് പരിശുദ്ധ കുർബാന അർപ്പിച്ചു തരുന്ന എല്ലാ വൈദികരെയും, ഇനിയും നമ്മുടെ ജീവിതങ്ങളെ ആത്മീയമായി പരിപോഷിപ്പിക്കുന്ന എല്ലാ വൈദികർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ദിനമാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാ വൈദികരെയും ഓർത്ത് നമുക്ക് നന്ദി പറയാം. ദൈവം നമുക്കായി മാറ്റിവെച്ച പുണ്യപ്പെട്ട ജീവിതങ്ങളാണ് ഈ ഭൂമിയിലെ ഓരോ ജീവിതങ്ങളും. വിശുദ്ധ ജോൺ മരിയ വിയാനി പറഞ്ഞ ഒരു വാചകമുണ്ട് പുരോഹിതരെ കുറിച്ച്, ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹമാണ് ഓരോ പൗരോഹിത്യവും ഓരോ പുരോഹിതരും. അതുകൊണ്ട് ഈ പുണ്യദിനത്തിൽ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ, പ്രത്യേകിച്ച് നമ്മുടെ ഇടവക വികാരിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ദിനമാണ്. ആരാണ് വിശുദ്ധ ജോൺ മരിയ വിയാനി? വൈദിക പരിശീലന കാലഘട്ടത്തിൽ ഒരു മടയൻ എന്നുള്ള പേര് ലഭിച്ച, വെറും മണ്ടൻ എന്ന് എല്ലാവരും മുദ്ര കുത്തിയിട്ടും ദൈവത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തിയ ഒരു പുണ്യവാനാണ് വിശുദ്ധ ജോൺ മരിയ വിയാനി. ദൈവത്തിനു വേണ്ടി ആത്മാക്കളെ നേടുവാനുള്ള അതിയായ ആഗ്രഹത്താൽ ജപമാല കയ്യിലേന്തിയ പുണ്യപ്പെട്ട വൈദികനാണ് വിശുദ്ധ ജോൺ മരിയ വിയാനി. ബലിപീഠത്തിൽ സ്വയം ബലിയായി തീർന്ന് വചനം പങ്കുവച്ചവനാണ് ജോൺ മരിയ വിയാനി. കുമ്പസാരക്കൂടിനെ ദൈവമനുഷ്യ സമാഗമമാക്കി പാപസങ്കീർത്തനങ്ങൾ കേട്ട് അനേകരെ ദൈവകരുണയിലേക്ക് ആകർഷിച്ച വ്യക്തിത്വമാണ് വിശുദ്ധ ജോൺ മരിയ വിയാനി. താൻ എത്തപ്പെട്ട ആൾസ് എന്ന പാപഭൂമിയെ പുണ്യഭൂമിയാക്കി മാറ്റിയ പുണ്യവാനാണ് വിശുദ്ധ ജോൺ മരിയ വിയാനി. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ ഈ പുണ്യദിനത്തിൽ ഈ വിശുദ്ധൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന എന്തൊക്കെ പുണ്യങ്ങളാണുള്ളത്? ഒരു 4 പുണ്യങ്ങളാണ്
4 പാഠങ്ങളാണ് ഈ ജോൺ മരിയ വിയാനിയുടെ ജീവിതത്തിൽ നിന്നും നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലേക്ക് നമുക്ക് ആർജിച്ചെടുക്കാനുള്ളത്. ഒന്നാമതായിട്ട്, വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ ജീവിതത്തിൽ വിളങ്ങിയിരുന്ന വലിയ ഒരു പുണ്യമായിരുന്നു വിശുദ്ധ കുർബാനയോടുള്ള ഭക്തി എന്ന് പറയുന്നത്. വിശുദ്ധ ജോൺ മരിയ വിയാനിക്ക് പരിശുദ്ധ കുർബാന അത്രമേൽ വലിയ ആഴമാർന്ന വിശ്വാസത്തിലും സ്നേഹത്തിലുമാണ് ഓരോ പരിശുദ്ധ കുർബാനയും വിശുദ്ധ ജോൺ മരിയ വിയാനി അർപ്പിച്ചിരുന്നത്. കുട്ടിയായിരുന്നപ്പോൾ തന്നെ, ചെറുപ്പത്തിൽ തന്നെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ ഈ ജോൺ മരിയ വിയാനി പങ്കെടുക്കുമായിരുന്നു. സെമിനാരിയിൽ പ്രവേശിച്ചതിന് ശേഷം ഈ പരിശുദ്ധ കുർബാനയിൽ ശുശ്രൂഷയായിട്ട് നിന്നത് ഒരു മാലാഖയെ പോലെ ശുശ്രൂഷ ചെയ്ത വൈദികനാണ് ഈ ജോൺ മരിയ വിയാനി. അതുകൊണ്ട് അദ്ദേഹം എപ്പോഴും ഇങ്ങനെ ചോദിച്ചിരുന്നു ദൈവത്തോട്, ഞാൻ ബലി അർപ്പിക്കുമ്പോൾ നല്ലവനായ ദൈവത്തെ ഞാൻ എൻ്റെ കരങ്ങളിൽ എടുക്കുകയാണ്, എന്നിട്ട് അവൻ എന്താണ് എന്നിൽ നിന്നും നിരസിക്കാൻ കഴിയുക? ഓരോ പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴും ഈശോയാണ് എൻ്റെ കരങ്ങളിൽ എന്നുള്ള അവബോധത്തോടു കൂടി പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ജോൺ മരിയ വിയാനി പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. ഈശോയെ തന്നെ ഞാൻ എൻ്റെ കരങ്ങളിൽ സമൂഹിക്കുമ്പോൾ ഞാൻ എന്തു പ്രാർത്ഥിച്ചാലും അതൊരിക്കലും നല്ല ദൈവം നിരസിക്കുകയില്ല എന്നുള്ളത്. അതുകൊണ്ട് ഈ പരിശുദ്ധ കുർബാനയിൽ ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുന്ന ഏതു കാര്യവും സംഭവിക്കും, അത് നടത്തി തരുമെന്നുള്ള പൂർണ്ണ വിശ്വാസം വിശുദ്ധ ജോൺ മരിയ വിയാനിക്കുണ്ടായിരുന്നു. വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യവാൾ നമുക്ക് നൽകുന്ന ആദ്യത്തെ സന്ദേശം ഈ പരിശുദ്ധ കുർബാനയിൽ ആഴമായി വിശ്വസിക്കുക, പരിശുദ്ധ കുർബാനയെ ആഴമായി സ്നേഹിക്കുക, ഈ പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയിൽ നമ്മൾ വളരുക എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത്തെ ഒരു പുണ്യം എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തി എന്നതിനേക്കാൾ ഉപരിയായി വിശുദ്ധ കുംഭസാരത്തോടുള്ള ഒരു സ്നേഹം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന്. പരിശുദ്ധ കുംഭസാരത്തോടുള്ള സ്നേഹം വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യവാളനെ കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ആദ്യമേ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു കാര്യവും അതുതന്നെയാണല്ലോ. കുംഭസാരക്കൂടിലൂടെ ദൈവ കരുണയുടെ പെരുമഴ തീർത്ത വിശുദ്ധനാണ് വിശുദ്ധ ജോൺ മരിയ പുണ്യവാളൻ. ഒരു ദിവസം 12-18 മണിക്കൂർ വരെ എല്ലാവരുടെയും പാപസങ്കീർത്തനങ്ങൾ കേട്ട് ഈ പാപിയായ ദൈവജനത്തെയും ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ, ദൈവ കരുണയിലേക്ക് അടുപ്പിക്കാൻ പുണ്യവാളൻ എപ്പോഴും ബദ്ധശ്രദ്ധനായിരുന്നു. അതുകൊണ്ട് തന്നെ ജീവചരിത്രകാരന്മാർ പറയുന്നത് ദിവ്യ കാരുണ്യത്തിൻ്റെ ദൈവ കരുണയുടെ അപ്പസ്തോലനാണ് ജോൺ മരിയ വിയാനി പുണ്യവാളൻ എന്നാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താൽ തൻ്റെ അടുത്തേക്ക് വരുന്ന എല്ലാ വ്യക്തികളുടെയും മനസ്സ് വായിച്ചെടുക്കാനുള്ള ഒരു കഴിവ് ജോൺ മരിയ വിയാനി പുണ്യവാളനുണ്ടായിരുന്നു. ഒരിക്കൽ പാരീസിൽ നിന്നുള്ള ഒരു സ്ത്രീ ഇങ്ങനെ ആൾസിൻ്റെ ദേവാലയത്തിൻ്റെ മുന്നിലൂടെ കടന്നു പോവുകയാണ്. ഇങ്ങനെ ജോൺ മരിയ വിയാനി പുണ്യവാളനെ കടന്നുപോയ ആ സ്ത്രീയോട് ഇങ്ങനെ വിളിച്ചിട്ട് പുണ്യവാളൻ പറഞ്ഞു, നീ എന്നെ പിന്തുടരുക. അങ്ങനെ ഈ ഒരു പാപിയായ ഒരു സ്ത്രീ ജോൺ മരിയ വിയാനി പുണ്യവാളനോടൊപ്പം ഇങ്ങനെ നടക്കുമ്പോൾ പുണ്യവാളൻ അവളുടെ ജീവിതത്തിൽ നടന്ന പാപത്തിൻ്റെ വഴികളൊക്കെ ഇങ്ങനെ അവളോട് വെളിപ്പെടുത്തുകയാണ്. ഇതൊക്കെ കേട്ടപ്പോൾ ആ പാപിയായ സ്ത്രീ വലിയ മാനസാന്തരപ്പെട്ട് വിശ്വാസത്തിലേക്ക് കടന്നു വരികയാണ്. പിന്നീട് ഒരിക്കൽ ഒരു ശാസ്ത്രജ്ഞൻ, യുക്തി മാത്രമാണ് എന്നെ നയിക്കുന്നതെന്ന് വളരെ വീമ്പിളക്കി നടന്നിരുന്ന ഒരു ശാസ്ത്രജ്ഞൻ ഈ വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യവാളനെ കുറിച്ച് കേട്ടിട്ട് ഒരിക്കൽ ആൾസിൻ്റെ ദേവാലയത്തിലേക്ക് കടന്നു വരികയാണ്. പരിശുദ്ധ കുർബാന കഴിഞ്ഞതിന് ശേഷം പുണ്യവാളൻ ഈ ശാസ്ത്രജ്ഞനോട് പറഞ്ഞു, നീ കുംഭസാരക്കൂട്ടിലേക്ക് വാ. ഉടനെ തന്നെ എന്തെന്നില്ലാത്ത ഒരു ദിവ്യപ്രഭ ഈ ശാസ്ത്രജ്ഞൻ്റെ മേളിലേക്ക് വരികയും അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പുണ്യവാളൻ്റെ മുമ്പിൽ മുട്ടുകുത്തി പറഞ്ഞു, എന്നെ ഒന്ന് സഹായിക്കണം, എനിക്കൊന്നിനും വിശ്വാസമില്ല. ആ കുംഭസാരത്തിന് ശേഷം ആ ശാസ്ത്രജ്ഞൻ, യുക്തിയിൽ മാത്രം വിശ്വസിച്ചിരുന്ന ആ ശാസ്ത്രജ്ഞൻ മാനസാന്തരപ്പെട്ട് വലിയ വിശ്വാസത്തിൻ്റെ വഴിയിലേക്ക് കടന്നു വരികയാണ്. അതുകൊണ്ട് പരിശുദ്ധ കുംഭസാരത്തിന് അത്രമേൽ വലിയ ശക്തിയും പ്രാധാന്യവുമുണ്ട്. പ്രിയപ്പെട്ടവരെ, പുണ്യവാളൻ നമുക്ക് പറഞ്ഞു നൽകുന്ന രണ്ടാമത്തെ സന്ദേശം എന്ന് പറയുന്നത് ഈ പരിശുദ്ധ കുംഭസാരത്തെ സ്നേഹിക്കുക എന്നുള്ളത് തന്നെയാണ്. മൂന്നാമത്തെ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ ജീവിതത്തിൽ വിളങ്ങി നിന്നിരുന്ന വലിയ ഒരു പുണ്യമാണ് പ്രാർത്ഥന. ദൈവത്തോടുള്ള അഗാധമായിട്ടുള്ള ഒരു സ്നേഹം, ഒരു ബന്ധമാണ് ജോൺ മരിയ വിയാനി പുണ്യവാളൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്.
ഈ ഭൂമിക്ക് അല്ലെങ്കിൽ മണ്ണിന് മഴ പോലെ നമ്മുടെ ആത്മാവിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ജോൺ മരിയ വിയാനി പുണ്യവാളന്റെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഈ ജോൺ മരിയ വിയാനി പുണ്യവാളൻ ഒരു മണ്ടനായിരുന്നു. യഥാർത്ഥത്തിൽ പഠിക്കാൻ ഒട്ടും കഴിവില്ലാതെ ലാറ്റിൻ പരീക്ഷയ്ക്ക് 0 മാർക്ക് മാത്രം കിട്ടി സെമിനാരിയിൽ നിന്നും 2 തവണ റക്ടറച്ചൻ പറഞ്ഞു വിട്ടതാണ് ഈ ജോൺ മരിയ വിയാനി പുണ്യവാളനെ. എന്നിട്ട് അതിലൊരു വൈദികൻ ഇങ്ങനെ റക്ടറച്ചനോട് പറഞ്ഞു, മെത്രാനച്ചനോട് പറഞ്ഞു, ഈ ജോൺ മരിയ വിയാനി ജപമാല ചൊല്ലും, നന്നായി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിലാണ് ഈ പുണ്യവാളൻ സെമിനാരിയിൽ വീണ്ടും പ്രവേശിച്ച് വൈദികനായി പിന്നീട് വിശുദ്ധനായി മാറിയത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ ഈശോയോടുള്ള ഒരു ബന്ധമായിരിക്കണം. ദൈവത്തോട് നമ്മൾ സംഭാഷണം നടത്തുമ്പോൾ ദൈവം നമ്മളെ തന്നെ ചേർത്ത് പിടിക്കുന്ന അനുഭവമാണുള്ളത്. അതുകൊണ്ട് ജോൺ മരിയ വിയാനി പുണ്യവാളൻ ഇങ്ങനെ പറയാറുണ്ട്, പ്രാർത്ഥിക്കാത്തവൻ ജീവിതത്തിന് അത്യന്താപേക്ഷിതമായത് തന്നെ തന്നെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നാം ശരിയായി പ്രാർത്ഥിക്കുമ്പോൾ സൂര്യന് മുമ്പിൽ മഞ്ഞ് ഉരുകുന്നത് പോലെ നമ്മുടെ ദുഃഖങ്ങളൊക്കെ അപ്രത്യക്ഷമാകുമെന്ന് പുണ്യവാളൻ എപ്പോഴും പഠിപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് ഈ പുണ്യവാളന്റെ ജീവിതത്തിൽ വിളങ്ങിയിരുന്ന ഒരു പ്രാർത്ഥന അനുഭവം, ദൈവവുമായിട്ടുള്ള ബന്ധം നമ്മുടെയും ജീവിതത്തിൽ വലിയ വെല്ലുവിളിയാണ്. എൻ്റെ ജീവിതത്തിൻ്റെ വലിയ ക്ലേശങ്ങളുടെ നടുവിലും ദൈവത്തിൽ അഭേദ്യമായി ആശ്രയിച്ചുകൊണ്ട് ദൈവാശ്രയ ബോധത്തോടെ പ്രാർത്ഥനയിൽ അടിയുറച്ച് വളരാൻ നമുക്കൊക്കെ ആകണമെന്ന് പുണ്യവാളൻ നമുക്ക് പറഞ്ഞു തരികയാണ്. അവസാനമായിട്ട് ഈ പുണ്യവാളൻ്റെ ജീവിതത്തിൽ വിളങ്ങിയിരുന്ന വലിയൊരു പുണ്യമാണ് എളിമ എന്നുള്ള പുണ്യം. എളിമയായിരുന്നു ജോൺ മരിയ വിയാനി പുണ്യവാളൻ്റെ ജീവിതത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ഈശോ ലോകത്തെ രക്ഷിച്ചത് എളിമയിലൂടെയാണെങ്കിൽ ഞാനും എൻ്റെ ജീവിതത്തിൽ ആ എളിമയെന്ന പുണ്യം ഞാൻ അഭ്യസിക്കുന്നുവെന്ന് ജോൺ മരിയ വിയാനി പുണ്യവാളൻ പറഞ്ഞു. ഒരിക്കൽ പിശാച് ഇങ്ങനെ ജോൺ മരിയ വിയാനി പുണ്യവാളനോട് പറഞ്ഞു പോലും, നീ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റും, നീ ചെയ്യുന്ന എല്ലാ ത്യാഗങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ ഒരു കാര്യം മാത്രം എനിക്ക് ചെയ്യാൻ സാധിക്കത്തില്ല, നീ എളിമപ്പെടുന്നത് പോലെ എനിക്ക് എളിമപ്പെടാൻ പറ്റില്ല, അതുകൊണ്ട് നീ ആ കാര്യത്തിൽ മാത്രം എന്നെ തോൽപ്പിച്ചുവെന്ന് പിശാച് ഇങ്ങനെ ജോൺ മരിയ വിയാനി പുണ്യവാളനോട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, എളിമയോടുകൂടി എളിയ ജീവിതത്തിലൂടെ നമ്മൾ നടക്കുമ്പോൾ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ ദൈവം പ്രവർത്തിക്കുമെന്ന് ജോൺ മരിയ വിയാനി പുണ്യവാളൻ പറഞ്ഞു തരികയാണ്. പ്രിയപ്പെട്ടവരെയും, മിക്കവാറും ഒട്ടുമിക്ക വ്യക്തികളും ആയിരിക്കുന്ന ജീവിതാവസ്ഥയിൽ നിന്നുകൊണ്ട്, ചുറ്റുപാടുകളിൽ നിന്നുകൊണ്ട് എല്ലാവരെയും കുറ്റം പറഞ്ഞും എല്ലാത്തിനോടും പരാതിപ്പെട്ടും പരിഭവപ്പെട്ടും ഒക്കെ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ പുണ്യവാൻ നമുക്ക് വലിയ വെല്ലുവിളിയായി മാറുകയാണ്. പുണ്യവാന്റെ ജീവിതത്തിൽ വിളങ്ങിയിരുന്ന വിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയും ഈ പരിശുദ്ധ കുംഭസാരത്തോടുള്ള തീക്ഷ്ണതയും പ്രാർത്ഥനയും എളിയ ജീവിതവുമൊക്കെ നമ്മുടെയും ജീവിതങ്ങളെ സ്വാധീനിക്കട്ടെ. ഈ പരിശുദ്ധ കുർബാനയിൽ ഉടനീളം പങ്കെടുക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ ഹൃദയത്തിലേക്ക് ഈശോ തന്നെയാണ് കടന്നു വരുന്നെന്നുള്ള അവബോധത്തോടെ പരിശുദ്ധ കുർബാനയെ സമീപിക്കാൻ, പരിശുദ്ധ കുംഭസാരത്തിലൂടെ ദൈവ കരുണ നമ്മുടെ ജീവിതങ്ങളിൽ നമുക്ക് അഭ്യസിക്കാൻ, പ്രാർത്ഥനയിലൂടെ ഈശോയോട് ഒന്നു ചേരാൻ വേണ്ടി, എളിയ ജീവിതത്തിലൂടെ നമ്മുടെയും ജീവിതങ്ങളെ ദൈവത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ടുള്ള കൃപാവരം നമുക്ക് പരിശുദ്ധ കുർബാനയിലൂടെ ചോദിച്ചു വാങ്ങാം. എല്ലാ വൈദികരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഇടവക വൈദികരെയും ലോകമെമ്പാടുമുള്ള എല്ലാ വൈദികരെയും, നമ്മളെ അത്രമേൽ സ്വാധീനിച്ച എല്ലാ വൈദികരെയും, നമ്മളെ കൂദാശകളിലൂടെ ഓരോ ദിവസവും നമ്മുടെ ആത്മീയ ജീവിതത്തെ പരിപോഷിപ്പിക്കുന്ന എല്ലാ വൈദികരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. സർവേശ്വരൻ നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.